നമുക്ക് പ്രത്യക്ഷ പ്രാർത്ഥനയ്ക്ക് വരാം. ഏറ്റു പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. മക്കളുടെ നിയോഗത്തെ ആശീർവദിക്കണമേ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ സ്വസ്ഥം ചെയ്യുന്ന അനുദിന അനുഗ്രഹ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും, എല്ലാ രാജ്യങ്ങളിലും സംസ്ഥാനങ്ങളിലുള്ള മക്കളെ നീ ആശീർവദിക്കണമേ. കർത്താവ് എത്രയോ ഭക്തിയോടുകൂടിയാണ് കർത്താവിൻ്റെ മക്കളെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നത്. അവർ ഒരു മനുഷ്യനെ പോലും കർത്താവ് കൈവിട്ടുകളെ ഇടയാക്കരുത്. ഈ പ്രാർത്ഥന കൊണ്ട് തന്നെ കർത്താവ് ദൈവാനുഭവം പ്രാപിച്ച് സാക്ഷ്യം പറയാൻ ഇടയാക്കണമേ. പ്രത്യേകിച്ച് കർത്താവ് ഉടമ്പടി എടുത്തതിൻ്റെ സാക്ഷ്യമായിട്ടും ഉടമ്പടി എടുക്കാത്തവർ കർത്താവ് ഈ അനുദിന അനുഗ്രഹ പ്രാർത്ഥനയുടെ സാക്ഷ്യങ്ങൾ കർത്താവ് കൃപാസനത്തിൽ വന്ന് പറയാൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വലിയ ശക്തി കർത്താവെ, അവരുടെ ഉടമ്പടിയിൽ എടുക്കുന്ന ഈ പ്രാർത്ഥനയിൽ കർത്താവ് അവർ തന്നെ അവരുടെ ദൈവാനുഭവങ്ങൾ കർത്താവ് വീഡിയോ ചെയ്ത് കർത്താവ് അയച്ചു തരാൻ ആഗ്രഹിക്കുന്നവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ ചൈതന്യം നിങ്ങളിലേക്ക് ആവശ്യിക്കട്ടെ. അമ്മേ പരിശുദ്ധമേ ദേവമാതാവേ, കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ നിന്നെപ്പോലെ ജീവിക്കുവാൻ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഈ അവസരത്തെ ഓർത്തുകൊണ്ട് നന്ദി പറയുന്നു. കർത്താവെ, ഈശോ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കർത്താവ് ഊരയില്ലാത്തവരെ, വീടില്ലാത്തവർ, കർത്താവ് എന്തെല്ലാം തരത്തിൽ കർത്താവ് ജീവിത പങ്കാളി ഇന്നുവരെ കിട്ടാത്തവർ, 40 വയസ്സായിട്ട് ജീവിത പങ്കാളി കിട്ടാത്തവർ, അവർ സമൂഹത്തിൽ സങ്കടപ്പെട്ട് ജീവിക്കുന്നവരുണ്ട്. അവരെ നീ ഇപ്പോൾ സ്പർശിക്കാൻ പ്രാർത്ഥിക്കുന്നത്. ഈ പ്രാർത്ഥന കഴിയുമ്പോഴത്തെ കർത്താവ് ഇന്നേക്ക് 41-ാം ദിവസം കർത്താവ് അവർക്ക് ജീവിത പങ്കാളി കിട്ടാൻ വേണ്ടി പരിശുദ്ധ ദേവമാതാവിനെ ഞാൻ അവരെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നത്. കർത്താവ് എപ്പോഴും വാടകയ്ക്ക് 10-20 കൊല്ലമായിട്ട് വാടക കൊടുത്ത് കർത്താവ് ഓരോ ദിവസവും എൻ്റെ അപ്പൻ എന്നെ ഓരോ സമയത്തും ഓരോ ബസ് സ്റ്റോപ്പിൽ വന്ന് കൊണ്ടുപോകണം. പെൺകുഞ്ഞ് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ മനസ്സ് കടന്നു വെച്ചു. പക്ഷെ അവരെ നീ അനുഗ്രഹിച്ചു, അവർക്ക് ജോലി കൊടുത്തു, അവർക്ക് വീട് കൊടുത്തു. അതുപോലെ കർത്താവ് ഈ ഭൂമിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന നീ അനുവദിക്കുന്നിടത്തോളം കാലം കർത്താവ് നിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നിൻ്റെ മക്കളെന്ന മാന്യതയിൽ ജീവിക്കാൻ അങ്ങനെ മക്കളെ നീ ആശീർവദിക്കണം. ഈശോയും കെട്ടുകാരൊക്കെ പൊട്ടിച്ചെറിഞ്ഞൊരു വൈരാഗ്യത്തോടെ ജീവിക്കുന്നവരും വിഷം തന്നവരുണ്ട്. ഈശോയെ അവരെ നീ സന്ധിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ദൈവത്തിൻ്റെ കരുണ കർത്താവ് വീട്ടിലിരുന്നുകൊണ്ട് ജോലി ചെയ്യുന്നവരുണ്ട്. ഈശോയെ
പ്രോജക്റ്റുകൾ, ബാങ്കിൻ്റെ പ്രോജക്റ്റുകൾ വീട്ടിൽ നിന്ന് ജോലി ചെയ്യുന്നുണ്ട് ഈശോയെ. അവർക്ക് ലഭിക്കുന്ന രാത്രിയും പകലും കർത്താവെ അമേരിക്കൻ ടൈമിന് സെറ്റ് ചെയ്തുകൊണ്ട് കർത്താവെ ഇന്ത്യൻ ടൈമിൽ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഉറക്കക്കുറവും അതുമൂലം ഉണ്ടാകുന്ന മറ്റു രോഗങ്ങൾ മൂലം മനുഷ്യരുടെ സംഘർഷങ്ങൾ, മനസ്സിൻ്റെ ബലം കുറയുക, അതിനുണ്ടാകുന്ന കുടുംബ പ്രശ്നങ്ങൾ, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ കൊണ്ട് കർത്താവെ ഇതൊരു അമ്മ കുഞ്ഞിനെ എടുത്തുകൊണ്ട് നിൽക്കുന്നതായി കാണുന്നു. അമ്മ മാത്രമേ നിൽക്കുന്നുള്ളൂ, ആരും കൂടെ ഇല്ല. കുഞ്ഞിനെ അമ്മനെ ഉപേക്ഷിച്ചതുപോലെയും വിവാഹം വേർപെട്ട പോലെയും തോന്നുന്നു കർത്താവെ. അതുപോലെ തന്നെ കർത്താവ് കുഞ്ഞ് ജനിച്ച ശേഷം വിവാഹം റെക്ടിഫൈ ചെയ്യാത്തവരെ കാണിക്കുന്നുണ്ട്. അവരെല്ലാം ഇപ്പോൾ സന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോ. ദൈവത്തിൻ്റെ കരുണ കർത്താവ് അവർക്കെല്ലാം സമാധാനത്തോടെ സന്ധിപ്പോഴും ജീവിക്കും കർത്താവ്. ഇന്നും കർത്താവെ പള്ളിയിൽ ഇന്നും കർത്താവ് മനുഷ്യൻ്റെ വെട്ടത്തിട്ട് പോകാൻ ഒരു അടിയന്തരത കൊണ്ടുപോകാൻ വസ്ത്രമില്ലാത്തവരും വസ്ത്രം കുറഞ്ഞവരും കൊണ്ടിശോയെ. അതുപോലെ തന്നെ പല ദുരന്തങ്ങൾ പെട്ടിട്ട് പല രോഗങ്ങൾ പെട്ടിട്ട് ഉള്ള വസ്തുക്കളെല്ലാം നഷ്ടപ്പെട്ട് പണമെല്ലാം നഷ്ടപ്പെട്ടിട്ട് വളരെ വിഷമത്തിൽ ജീവിക്കുന്നുണ്ട് ഈശോയെ. ഇപ്പോഴത്തവർ സാമ്പത്തിക തടന്നപ്പോൾ നിലയിലും വിലയിലും ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാം പതുക്കെ അവർ നകന്നു പോവുകയും അവർ ഒറ്റപ്പെട്ടു പോവുകയും ചെയ്യുന്ന അവസ്ഥകളുണ്ട് ഈശോയെ. അതിൻ്റെ പേരിൽ മദ്യവും കഞ്ചാവിനും ഒക്കെ അടിപ്പെട്ടുകൊണ്ട് ബുദ്ധിയും ബോധമില്ലാതെ അരഞ്ഞു തിരിയുന്ന മനുഷ്യരുണ്ട്. ഇങ്ങനെ എന്തെല്ലാം തരത്തിലുള്ള വിഷമതകളുള്ള മനുഷ്യരെ കർത്താവ് ലോകത്തിൽ ജീവിക്കുന്നവർ അവരെല്ലാം ഞങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് നീ സഹായിക്കണം. അമ്മേ കൃപാസന അമ്മേ പരിശുദ്ധ അമ്മേ, അത് ദുരന്തം ഉണ്ടാകണം പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ട അമ്മേ. ദുരന്തങ്ങൾക്ക് പോലും പ്രാർത്ഥനയാണ് പ്രതിവിധിയെങ്കിൽ അമ്മേ കുടുംബത്തിലുള്ള എല്ലാ ചെറുതും വലുതുമായ എല്ലാ ദുരന്തങ്ങൾക്കും നീ തന്നെയാണ്, നിൻ്റെ പ്രാർത്ഥന തന്നെയാണ്, നിന്നോടുള്ള അപേക്ഷ തന്നെയാണ്. നിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥന യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നവരെല്ലാം നീ സന്ധിക്കുകയും സമാധാനപ്പെടുത്തുകയും ഈ ഒറ്റ പ്രാർത്ഥന കൊണ്ട് കർത്താവ് നീ അവരെ വീണ്ടെടുക്കണം പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സർവ്വേശ്വരൻ നീ. എൻ്റെ പ്രിയപ്പെട്ട നമ്മൾ ഇന്ന് വായിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 8:12 രാജ്യത്തിന്റെ മക്കളാകട്ടെ പുറത്തുള്ള അന്ധകാരത്തിലേക്ക് എറിയപ്പെടും, അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും. അപ്പൊ നിങ്ങളൊക്കെ രാവിലെ എഴുന്നേറ്റിട്ട് അച്ഛൻ ഞങ്ങൾക്ക് പുറത്തേക്ക് വലിച്ചെറിയെന്ന് പറഞ്ഞാൽ എന്താണ്? നെഗറ്റീവ് വചനം അല്ല. ഇന്ന് ഞാനേ കുർബാന സ്വീകരിച്ചുകൊണ്ടിരുന്ന സമയത്ത് കർത്താവ് പറഞ്ഞ് ഒന്ന് തുറന്ന് നോക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ നോട്ടറായിട്ട് ബൈബിൾ എടുത്ത് ഇങ്ങനെ ഒളിക്കാണ്ടിട്ട് നോക്കി. കുർബാനയിലിരിക്കുകയല്ലേ, പ്രാർത്ഥിച്ച കുർബാന ചൊല്ലിക്കൊണ്ടിരിക്കുകയല്ലേ. കുർബാന ചൊല്ലിയത് അലക്സത്തിനായിരുന്നു. ഞാൻ സൈഡിൽ ഇന്ന് കുർബാന കൂടുകയായിരുന്നു. അപ്പോഴാണ് കുർബാന സ്വീകരിച്ചപ്പോൾ കർത്താവ് പറഞ്ഞത് ഇനി ബൈബിൾ എടുത്ത് വായിക്കാൻ പറഞ്ഞു. അപ്പം നോക്കിയപ്പോൾ ഉണ്ട് ദൈവവചനം. 8:11 വായിച്ചേ. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും നിരവധി ആളുകൾ വന്ന് അബ്രാഹത്തോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ സ്വർഗരാജ്യത്തിൽ വിരുന്നിനിരിക്കും. അടുത്ത വചനം എന്താണ്? രാജ്യത്തിന്റെ മക്കളാകട്ടെ പുറത്തുള്ള അന്ധകാരത്തിലേക്ക് എറിയപ്പെടും. അപ്പൊ ഇതാണ് അതിന്റെ സിറ്റുവേഷൻസ്. ഇത് വായിച്ചപ്പോൾ എന്റെ മനസ്സിലേക്ക് അത് രാജ്യത്തിന്റെ മക്കളെ, കർത്താവിന്റെ സ്വന്തം ആൾക്കാര്, അത് രാജ്യമക്കളാകട്ടെ പുറത്തുള്ള അന്ധകാരത്തിലേക്ക് എറിയപ്പെടും എന്ന് പറഞ്ഞപ്പോഴേ പെട്ടെന്ന് എന്റെ മനസ്സ് പരിശുദ്ധാത്മ വേറെ വചനം എന്താണെന്നറിയാമോ? അത് യോഹന്നാൻ 13:30. അത് രസമാണ് വചനം. ആ അപ്പക്കഷ്ണം സ്വീകരിച്ച ഉടനെ അവൻ പുറത്തുപോയി. അപ്പോൾ രാത്രിയായിരുന്നു. രാജ്യത്തിന്റെ മക്കളാകട്ടെ പുറത്തുള്ള അന്ധകാരത്തിലേക്ക് എറിയപ്പെടും. എന്നിട്ട് ഈശോ പറഞ്ഞ വചനം ഏതാണ്? യൂദാസ് അങ്ങനെ എറിയപ്പെട്ട ഒരാളാണ്. കാര്യം എന്താണ്? അവൻ ആ തിന്മ ചെയ്യണമെന്ന് തീരുമാനത്തിൽ നിന്ന് പിന്തിരിച്ചില്ല. ഇപ്പൊ എല്ലാവരും അനുദപിക്കുകയെ, പക്ഷെ ഒരു കാര്യമുണ്ട്, ആ തിന്മ ചെയ്യണമെന്ന തീരുമാനത്തിൽ അവർ നിൽക്കുകയും ചെയ്യും. അവിടെ പ്രശ്നം. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും? അവരെ പുറത്തുള്ള അന്ധകാരത്തിലേക്ക് എറിയപ്പെടും. യൂദാസിനെ പറ്റി അബദ്ധം എന്താ? അയാൾക്ക് മനസ്സിലായ തെറ്റാണെന്ന്, പക്ഷെ ആ തെറ്റായ തീരുമാനത്തിൽ അയാൾ നിറച്ച് നിന്ന് ചെയ്യാൻ തന്നെ അയാൾ തീരുമാനിച്ചു. അതാണ് അയാൾക്ക് പറ്റിയ തെറ്റ്. ഇതെന്താ വരുന്ന വിഷയത്തിൽ അങ്ങനെ വരുമ്പോൾ ഇപ്പം നമ്മളൊരു തിന്മ ചെയ്യുകയും, ഇപ്പം നമ്മൾ ആദ്യത്തെ കുഞ്ഞിനെ ഒരു കുഞ്ഞ് ജനിച്ച് ഉടനെ അടുത്ത കുഞ്ഞും പെട്ടെന്ന് അതിന് മറുപടി മറന്നപ്പോൾ ജനിച്ച ഉടനെ ഭർത്താവ് പറയും അബോർഷൻ ചെയ്യാം, ഭാര്യ അത് തന്നെ പറയും. നിങ്ങളത് ചെയ്തു, അപ്പോൾ തന്നെ നിങ്ങളുടെ ആത്മീയ ബലം കുറഞ്ഞു, അതുകൊട്ടെ. പക്ഷേ എന്താ പറ്റി? വീണ്ടും അത് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. എന്നുവെച്ചാൽ അവർ അങ്ങനെ ചെയ്യണവർ എന്താ പ്രശ്നം? അവർക്കിത് ഒരു കലാപരിപാടി പോലെയാണ്. കല്യാണത്തിന് മുമ്പ് ഇതുപോലെയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് കല്യാണം കഴിയുമ്പോൾ ഇതുപോലെയുള്ള ക്രൂരകൃത്യങ്ങൾ ചെയ്യണത്. എല്ലാവരെയും ഞാൻ അടച്ചാക്ഷേപിക്കുകയല്ല, പക്ഷേ ഞാൻ 25 ലക്ഷം ആൾക്കാരെ കൗൺസിൽ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു സത്യമാണ്. അതായത് ഇങ്ങനെ മനുഷ്യന് ഒരു ലാഘവും ഇല്ലാതെയൊക്കെ ഒരു കുഞ്ഞിനെ വയറ്റിട്ട് കൊല്ലാം എന്നൊക്കെ തീരുമാനിക്കുന്ന ഭാര്യയും ഭർത്താവും ഒക്കെ കല്യാണത്തിന് മുമ്പ് വിശുദ്ധിയോടെ അല്ല അവർ കല്യാണം പ്രവേശിച്ചിട്ടുള്ളത്. എല്ലാവരെയും കുറിച്ച് പറയുകയല്ല, കുറച്ച് പേരെങ്കിലും അങ്ങനെയുണ്ട്. പക്ഷേ എന്താ പ്രശ്നം വെച്ചാൽ ആ തിന്മ, ഇത് ആഗമന കാലമാണ്. ഞങ്ങൾക്ക് വയലറ്റ് ഡ്രസ്സാണ് പള്ളികളിലൊക്കെ ഇടുന്നത്, അല്ലേ? അതിൻ്റെ കാര്യം അനുതാപത്തിൻ്റെ കാര്യമാണ്. കർത്താവിൻ്റെ നത്താൾ പെരുന്നാളിന് കർത്താവിനെ
ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്ന ഒരു കാലത്ത് നമ്മൾ തിന്മ ചെയ്യുന്നവർ തിന്മയിൽ തന്നെ നിലനിന്ന് കഴിഞ്ഞാലുള്ള കുഴപ്പം, ബൈബിൾ അവസാനിക്കണത് എന്താണ്? തിന്മ ചെയ്യുന്നവരുണ്ടെങ്കിൽ വ്യഭിചരിക്കണവരുണ്ടോ? ശരി, വ്യഭിചരിച്ചോളൂ, ലൈസൻസ് വരും. എൻ്റെ അർത്ഥം ഇനിമേൽ കക്കുന്നവൻ കക്കട്ടെ, വ്യഭിചരിക്കണവൻ വ്യഭിചരിക്കട്ടെ. വെളിപാട് 22:11. അനീതി ചെയ്തിരുന്നവൻ ഇനിമേൽ പറഞ്ഞ അങ്ങനെയല്ല, വചനം തുടങ്ങണേ. അനീതി ചെയ്തിരുന്നവൻ ഇനിയും അനീതി ചെയ്തു കൊള്ളട്ടെ. പാപക്കറ പുരണ്ടവൻ ഇനിയും അങ്ങനെ തന്നെ കഴിഞ്ഞുകൊള്ളട്ടെ. നീതിമാൻ ഇനിയും നീതി പ്രവർത്തിക്കട്ടെ. വിശുദ്ധൻ ഇനിയും വിശുദ്ധീകരിക്കപ്പെടട്ടെ. എന്താ കാര്യത്തിൽ സമയം തീരാൻ പോകുന്നത്? അപ്പോൾ ബൈബിളിൻ്റെ ഒരു നിലപാട് കണ്ടില്ലേ? അത് തന്നെയാണ് ഈശോ പറയണത്. എന്താണ്? യോഹന്നാൻ 13:27. അപ്പക്കഷ്ണം സ്വീകരിച്ചതിനെ തുടർന്ന് സാത്താൻ അവനിൽ പ്രവേശിച്ചു. യേശു അവനോട് പറഞ്ഞു, നീ ചെയ്യാനിരിക്കുന്നത് വേഗം ചെയ്യുക. അപ്പൊ ചെയ്യാനിരിക്കുന്നത് വേഗം ചെയ്യാൻ, അതായത് യൂദാസ് ആ പാപകരമായ തീരുമാനത്തിൽ നിന്ന് പിന്തിരിയാൻ തയ്യാറല്ല. നീ ബിസിനസ്സിൽ കൊള്ളലാഭം ഉണ്ടാക്കുന്നവനാണ്, നീ കുമ്പസാരിക്കുകയും കുർബാന സ്വീകരിക്കുകയും ചെയ്യും. പക്ഷെ കൊള്ളലാഭത്തിൽ നിന്ന് ആ പരിപാടിയിൽ നിന്ന് നീ മാറാൻ തയ്യാറല്ല. എന്നിട്ട് ദൈവം പിന്നെ എന്താ ചെയ്യണത്? ഇനിമേൽ അനീതി പ്രവർത്തിക്കുന്നത് ചെയ്തു കൊള്ളട്ടെ. കണ്ടാ, നീ ചെയ്യാനിരിക്കുന്നത് വേഗം ചെയ്യുക. ഇതെല്ലാം ഒരുമിച്ചാണ് പോണത്. അതായത് ദൈവം, നീ ഒരിക്കലും ദൈവത്തിൻ്റെ വചനങ്ങളിൽ ആ തിന്മകളിൽ നിന്ന് മാറാൻ നീ തയ്യാറല്ലെങ്കിൽ ദൈവം അത് പറയും, നീ ചെയ്യാനുള്ള ചെയ്യാൻ പറയും, നീ ചെയ്യാനിരിക്കുന്നത് വേഗം ചെയ്യാൻ പറയും. അപ്പം എന്താ അർത്ഥം? എന്താണ്? ദൈവം ഒരു പാപം തന്നെ ഇപ്പം ശരി പറയത്തില്ലേ, ഞങ്ങളിങ്ങനെയൊക്കെ ജീവിച്ചു, ഞങ്ങളുടെ ആർക്കണ്ട ഒരു ജിക്കും ചെയ്തില്ലല്ല, ചുമ്മാ ബൈബിളൊക്കെ ഇങ്ങനെ വെറുതെ പറയണതാണ്. അതൊക്കെ മനുഷ്യനെ പേടിപ്പിക്കാൻ വേണ്ടി പറയണതാണ്. കാര്യമൊന്നുമില്ല. എങ്ങനെ എന്തും ജീവിക്കാം, എന്ത് പോക്കറ്റുതരം കാണിക്കാം, എന്ത് കൊലപാതകം കാണിക്കാം, എന്ത് അപോഷം കാണിക്കാം, എത്ര വേണമെങ്കിലും ആൾക്കാരെ സ്നേഹിക്കുക ഉപേക്ഷിക്കുക ചെയ്യാം, അതുപോലെ എല്ലാം മൃഗതുല്യമായിട്ട് ജീവിക്കാം, ആരും ചോദിക്കാനില്ല. അപ്പം അത് ഞങ്ങൾക്കൊന്നും സംഭവിച്ചില്ലല്ലോ, ഞങ്ങളുടെ ബിസിനസ് വളർന്നല്ലോ, അപ്പോൾ ഇതിനകത്ത് കഥയില്ല. അപ്പം ഞങ്ങളിങ്ങനെ ഈ വിശുദ്ധി ജീവിച്ചാൽ മാത്രമേ അനുഗ്രഹിക്കുന്നുള്ളൂ. അങ്ങനെ ആരും പറഞ്ഞിട്ടൊന്നുമില്ല, ഇവർ തന്നെ പറഞ്ഞാണ്. പക്ഷേ എപ്പോഴും നമുക്കൊരു കാര്യമുള്ളത്, നമ്മളെ തിന്മയത്തിന് ഉറച്ചു നിന്നാലും ദൈവം എന്ത് പറയും? നീ ചെയ്യാനുള്ള വേഗം ചെയ്യുക. അതേസമയം തന്നെ പിന്നെ ഇപ്പോൾ യുവദാസിനോട് പറഞ്ഞാണ്, പിന്നെ എന്താണ് ചെയ്തത്? അനീതി പ്രവർത്തിക്കണം ചെയ്യട്ടെ, തിന്മ പ്രവർത്തിക്കണം ചെയ്തു കൊള്ളട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം നിന്നെ കൈവിട്ട ലക്ഷണമാണ്. ചെയ്ത തിന്മ തന്നെ ആവർത്തിച്ച് ചെയ്താലും നിനക്ക് മനസ്സാക്ഷി ഇല്ലാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ അർത്ഥം ദൈവം നിന്നെ കൈവിട്ടു. ഇഷ്ടമുള്ള ചെയ്തുകൊണ്ടാണ്, ചെയ്യാതിരിക്കണ വേഗം ചെയ്തുകൊണ്ടാണ്. അത് അപകടമാണ്. നിങ്ങൾ ഡേഞ്ചർ സോണിലാണെങ്കിൽ ഈ ആഗമന കാലത്ത് നിങ്ങളുടെ പഴയകാല പുണ്യങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ തിരിച്ചു വന്ന് തീരുമാനമെടുത്തുകൊണ്ട് വിശുദ്ധ ജീവിക്കാൻ, ക്രിസ്മസിന് ഒരുക്കാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. വിശുദ്ധ ദൈവമാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ തിരുവൽത്താരയിൽ നിന്ന് പരിശുദ്ധ അമ്മ തിരുക്കുമാരനിലൂടെ എനിക്കും എൻ്റെ കുടുംബത്തിനും തന്ന എല്ലാ കാര്യങ്ങളെപ്പറ്റിയും ഇവിടെ വന്ന് പറയാൻ അവസരം തന്നതിന് 1000 അമ്മയ്ക്ക് നന്ദി. എൻ്റെ പേര് സെഫീറോ സെബാസ്റ്റ്യൻ എന്നാണ്. ഞാൻ കാക്കനാട് സെയിൻറ്റ് ഫ്രാൻസിസ് അസീസി അംഗമാണ്. ഞാൻ ആദ്യമായിട്ട് ഈ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തത് ജൂലൈ 1, 2023 അന്ന് എനിക്ക് അത്ര അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് കുറേ ഭൗതിക നിയോഗങ്ങളാണ് അന്ന് ആദ്യത്തെ ഉടമ്പടിയിൽ വെച്ചത്. അതിൽ കറക്റ്റായിട്ട് സംഭവിച്ച ഒരു കാര്യമെന്ന് വെച്ചാൽ, എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു ചേച്ചിയുണ്ട്, മൂളി എന്നാണ് പേര്. ആ ചേച്ചിക്ക് കയറിക്കിടക്കാൻ പോലും ഒരു വീടില്ലായിരുന്നു. അപ്പം എന്നെക്കൊണ്ട് അവർക്കൊരു വീടോ ഒരു സ്ഥലമോ ഒന്നും മേടിച്ചു കൊടുക്കാൻ പറ്റില്ലായിരുന്നു. പക്ഷേ ഞാൻ എൻ്റെ അമ്മ മാതാവിനോട് എപ്പോഴും വർത്തമാനം പറയുന്ന പോലെ തന്നെ ഞാൻ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ അമ്മയോട് സംസാരിക്കും. അമ്മേ, എൻ്റെ ബെഡ്റൂമിൽ തന്നെ അമ്മയുടെ ഒരു വലിയ ഫോട്ടോ ഉണ്ട്, പിന്നെ താഴെയുണ്ട്. അപ്പോൾ ഞാൻ അമ്മയോട് ഇങ്ങനെ എപ്പോഴും സംസാരിക്കുന്ന കൂട്ടത്തിൽ അമ്മയോട് പറയും, അമ്മ, ആ ചേച്ചിക്ക് ഒരു സ്ഥലമില്ല, ഞാൻ ഇവിടുന്ന് എൻ്റെ അടുത്ത് എറണാകുളത്തുനിന്ന് പോകുമ്പോഴോ എവിടെ ആണെങ്കിലും മക്കൾക്കൊന്ന് വരാനോ ഒന്നും ഒരു സ്ഥലമില്ല കയറി കിടക്കാൻ. അമ്മ, എനിക്ക് എങ്ങനെയാണെങ്കിലും ഒരു വീട് ആ ചേച്ചിക്ക് ഉണ്ടാക്കി കൊടുക്കുവാൻ എന്നെ ഒന്ന് സഹായിക്കണമേ എന്ന് പറഞ്ഞു. അതനുസരിച്ച് ഞാനൊരു നിയോഗം വെച്ചായിരുന്നു. അതനുസരിച്ച് ആ ചേച്ചിക്ക് കഴിഞ്ഞ മാർച്ചിൽ 4 ലക്ഷം രൂപയ്ക്ക് ഒരു വീട് ലീസിന് എടുക്കുവാൻ അമ്മ മാതാവ് ഭയങ്കര വലിയ അനുഗ്രഹമാണ് തന്നത്. ഞാൻ ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു, അവൻ്റെ നാമം പരിശുദ്ധമാണ് എന്ന് ഞാൻ അമ്മയോട് ചേർന്ന് എന്ന് ഞാൻ ഈശോയോട് പറയാനായിട്ട് എനിക്ക് ഈ അവസരം തന്നു.
പിന്നെ ഞാൻ ഇപ്പം ആകെ 5 പ്രാവശ്യം ഞാൻ ഇവിടെ വന്ന് പുതുക്കി. അപ്പം എൻ്റെ 3ാമത്തെ പുതുക്കലായിരുന്നു കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ. ഇതെൻ്റെ അനിയത്തിയാണ്. അപ്പം അനിയത്തിക്ക് വേണ്ടിയിട്ടാണ് അടുത്ത ഒരു നിയോഗം ആ മാസത്തിൽ ആ പുതുക്കലിൽ ഞാൻ വെച്ചിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഞങ്ങളുടെ ആധ്യാത്മിക ഉന്നമനത്തിന് വേണ്ടിയിട്ടായിരുന്നു. എനിക്ക് എൻ്റെ ഭർത്താവിനും 2 മക്കൾക്കും കൂടുതലും അമ്മയോടും ഈശോയുടെ തിരുക്കുമാരനോടും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളെല്ലാവരും ദിവസവും വിശുദ്ധ കുർബാനയെ, ഏറ്റവും പരമോന്നതമായ ആരാധനയായ വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുവാനും 2 ആഴ്ച കുടുംബം മൊത്തം കുമ്പസാരിക്കാനും എല്ലാം ഉള്ള അനുഗ്രഹം തരണമേ എന്ന് മാത്രമാണ് ബാക്കി എല്ലാ നിയോഗങ്ങളും വെച്ചത്. ഞാൻ അതിലൊരു നിയോഗം ഇവളുടെ മാത്രം നിയോഗമാണ്. ഇനി ബാക്കി എൻ്റെ അനിയത്തി പറയും. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. എൻ്റെ പേര് ആൽഫി സെബാസ്റ്റ്യൻ. ഞാൻ കാനഡയിലെ എഡ്മണ്ടണിലെ സെൻറ്റ് അൽഫോൺസ ഇടവകാംഗമാണ്. അപ്പം ചേച്ചി പറഞ്ഞതുപോലെ ഞാൻ അവിടെ ഡെൻറ്റിസ്റ്റ്, ഞാൻ നാട്ടിൽ ഇവിടെ ഡെൻറ്റിസ്റ്റായിരുന്നു. അപ്പം നാട്ടിലെ ഡെൻറ്റിസ്റ്റിൻ്റെ നിങ്ങൾക്കറിയാമല്ലോ, അവിടെ ഇതിനെല്ലാം പ്രോസസ്സെല്ലാം ഭയങ്കര സ്ലോ ആണ്. ഇപ്പം 6 ഇയേഴ്സായി. 2018 ഞാൻ അവിടെ കുടുംബമായിട്ട് മൈഗ്രേറ്റ് ചെയ്തു. എൻ്റെ ഹസ്ബൻഡ്, 2 കുഞ്ഞു പിള്ളേർ, പിന്നെ ഹസ്ബൻഡിൻ്റെ അമ്മ 86 വയസ്സ്. അപ്പം അമ്മയ്ക്ക് ഒന്നും ചെയ്യാൻ മേലാത്തൊരവസ്ഥ. എല്ലാത്തിനും നമ്മുടെ ഹെൽപ്പ് വേണം, നമ്മളെ ഡിപ്പെൻഡ് ചെയ്താണ് അമ്മ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഹസ്ബൻഡ് ജോലിക്ക് പോകണം, എനിക്ക് എൻ്റെ ക്വാളിഫയിങ് എക്സാമിനേഷൻ പാസ് ചെയ്യണം. അപ്പം ക്വാളിഫയിങ് എക്സാമിനേഷൻ 3 മെയിൻ എക്സാമും പിന്നെ ഒരു മൈനർ എക്സാമുമാണ്. അപ്പം ആദ്യത്തെ 2 പാർട്ട് 2020-ലും 2022-ലും പാസ്സായി. പക്ഷേ 3ാമത്തെ ഭാഗം, അതിൻ്റെ പേര് എൻഡെക്സ് സ്കിൽസ് ആൻഡ് ജഡ്ജ്മെൻ്റ് എന്നാണ്. അത് ഉള്ളി 100%-ൽ 20% മാത്രമേ പാസ്സാവത്തുള്ളൂ. ഒന്നാമത് പരീക്ഷ ഭയങ്കര ടഫാണ്. അതിൻ്റെ കൂടെ അതിൻ്റെ ട്രെയിനിങ്ങും, ഓരോ ട്രെയിനിങ്ങിനും നമുക്ക് ഏകദേശം 9 ലക്ഷം തൊട്ട് 10 ലക്ഷം വരെ നമുക്ക് പേയ്മെൻ്റ് ഉണ്ട്. അപ്പം ഞങ്ങൾ ജസ്റ്റ് ഹസ്ബൻഡിൻ്റെ ഒരു ഡേ ടു ഡേ വേജിലാണ് ഞങ്ങൾ അവിടെ സർവൈവ് ചെയ്യുന്നത്. അമ്മയെ നോക്കേണ്ടതുകൊണ്ട് പലപ്പോഴും എനിക്ക് അവർലി വർക്ക് ഫ്യൂ അവേഴ്സ് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ, 4 to 5 hours. പിന്നെ പിള്ളേരുടെ കാര്യം നോക്കേണ്ടതുകൊണ്ടും. അപ്പം അങ്ങനെ ഒരു ഫിനാൻഷ്യൽ സ്ട്രഗിൾ കൂടെ കടന്നു പോകുമ്പം 2022-ൽ ഞാൻ പാസ് ഔട്ടായിട്ട് ആദ്യത്തെ ട്രെയിനിങ് എടുത്തു. അപ്പം ഞാൻ ട്രെയിനിങ് കഴിഞ്ഞപ്പം എന്നോട് ലെക്ചേഴ്സ് പറഞ്ഞു, അന്നെങ്കിൽ ഇനി പരീക്ഷയ്ക്ക് ഡേറ്റ് എടുക്കാം. അപ്പോൾ പരീക്ഷയ്ക്ക് ഡേറ്റ് എടുക്കുമ്പം ഒത്തിരി കോമ്പറ്റൻസും ഇമിഗ്രൻസ് കൂടുതലുള്ളത് കൊണ്ട് അവർക്ക് 1 മണിക്കൂറുണ്ട്. അതായത് നമുക്ക് ഓൺലൈനിൽ കൂടിയാണ് സീറ്റ് എടുക്കേണ്ടത്. അപ്പം 1 മണിക്കൂർ കൊണ്ട് എൻ്റെ കപ്പാസിറ്റി ലിമിറ്റഡ്, യു ആർ ലോക്ക്ഡ് ഔട്ട് ഫ്രം ദി സെഷൻ, ഇങ്ങനെ പറഞ്ഞു വരികയാണ്. അപ്പം അങ്ങനെ ആയപ്പം എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, നല്ല ഹൈ സ്പീഡ് ഇൻ്റർനെറ്റും അല്ലെ ആപ്പിളിൻ്റെ മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള അത് കുറച്ച് നാൾ തന്നെ ഫ്രണ്ടിൻ്റെ റെൻ്റ് എടുത്ത് നമുക്ക് അതിലൊന്ന് ബുക്ക് ചെയ്യാൻ നോക്കാം. അപ്പം 4 months കഴിഞ്ഞിട്ടാണ് അടുത്ത സീറ്റ് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ സെക്കൻഡ് ട്രെയിനിങ്. അപ്പം പൈസ ഒരു സൈഡിൽ, അതും ഞാൻ അപ്പ് ആൻഡ് ഡൗൺ 3.5 മണിക്കൂർ എഡ്മണ്ടണിൽ നിന്ന് ടൊറൻറ്റോയിലേക്ക് ട്രാവൽ ചെയ്ത് പിള്ളേരെയും അമ്മേനെയും ഹസ്ബൻഡാണ് നോക്കുന്നത് ആ സമയത്ത്. അങ്ങനെ ഒരു ഭയങ്കര ഫിനാൻഷ്യൽ സ്ട്രഗിൾ ഒരു വശത്ത് ഫാമിലി സ്ട്രഗിൾ. ഇതെല്ലാം ഫേസ് ചെയ്ത് സെക്കൻഡ് ടൈം ടൊറൻറ്റോയിൽ പോയി ട്രെയിനിങ് എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെയും ഡേറ്റ് നോക്കിയപ്പം പിന്നെയും കിട്ടുന്നില്ല, ലോക്ക്ഡ് ഔട്ട്, യു ആർ ലോക്ക്ഡ് ഔട്ട്, ദ ടൈം സെഷൻ ഈസ് ഔട്ട്, ഇങ്ങനെയാണ് ഒന്ന് പറയുന്നത്. അപ്പം പിന്നെ 3ാമത്തെ പ്രാവശ്യം ഞാൻ എൻ്റെ ഫ്രണ്ടിന് കൊടുത്തു, പ്ലീസ് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം ഫ്രണ്ട് നോക്കിയിട്ട് പറഞ്ഞു, അൽഫി, ദ ഗോഡ്സ് ടൈം ഈസ് നോട്ട് എറ്റ് കം, യു കീപ്പ് ഓൺ പ്രേയിങ് എന്ന് എൻ്റെ ഫ്രണ്ട് പറഞ്ഞു. അങ്ങനെ ഞാൻ 3ാമത്തെ, അതായത് അപ്പോൾ 1.5 years ഓൾറെഡി കഴിഞ്ഞു. എൻ്റെ സെക്കൻഡ് ട്രെയിനിങ്ങും കഴിഞ്ഞു. ഇനി ഞാൻ തേർഡ് ട്രെയിനിങ്ങിലേക്ക് പോവാം. അപ്പം 10 lakhs, പിന്നെയും 10 lakhs, പിന്നെയും 10 lakhs. പിന്നെ അങ്ങനെ ആകുമ്പം എല്ലാം ലോൺ എടുത്ത്, ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് ഞങ്ങളെല്ലാം ഇങ്ങനെ മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെയും 4ഉം 5ഉം പ്രാവശ്യവും ഇങ്ങനെ തന്നെ സെയിം തിങ് തന്നെ ഹാപ്പൻ ചെയ്തു. അപ്പം എൻ്റെ ചേച്ചി പറഞ്ഞു, ഞാൻ ഉടമ്പടി പുതുക്കാൻ പോവാണ്. ചേച്ചിയുടെ 3ാമത്തെ ഉടമ്പടിയായിരുന്നു. ഉടമ്പടി പുതുക്കാൻ പോവാണ് മോളെ, നിൻ്റെ നിയോഗമാണ് ഞാൻ ഫസ്റ്റ് പ്ലേസിൽ വെക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം മോൾ അവിടെ ഓൺലൈൻ ഉടമ്പടി എടുക്കണം എന്ന് പറഞ്ഞു. ഞാൻ ഓൺലൈൻ ഉടമ്പടി ചേച്ചി എടുക്കുന്നതിൻ്റെ സൈമൾട്ടേനിയസ്ലായിട്ട് ഓൺലൈൻ ഉടമ്പടി എടുക്കുകയും അതുപോലെ തന്നെ ചേച്ചി പറഞ്ഞു, പ്രദക്ഷിണ പ്രാർത്ഥന കിട്ടുന്ന സമയം മുഴുവൻ ചൊല്ലിക്കൊണ്ടിരിക്കണം. അതായത് കിട്ടുന്ന സമയം എന്ന് വെച്ചാൽ വിശ്വാസ പ്രമാണം
പ്രദക്ഷിണ പ്രാർത്ഥന ഇതെല്ലാം ചെല്ലിക്കൊണ്ട് നടക്കണം, ഉപവാസം എടുക്കണം. ഒരു നേരം ബുധനാഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ച, ഞാൻ ബുധനാഴ്ചയും ശനിയാഴ്ചയും ഉപവാസം എടുത്തു. ഞാൻ കുർബാന ഒരു ദിവസം 2 പ്രാവശ്യമെങ്കിലും, അതായത് അതിനു മുമ്പ് ഞാൻ 1 പ്രാവശ്യം കുർബാനയ്ക്ക് പോയിട്ടുള്ളൂ. ഒരു ദിവസം 2 പ്രാവശ്യം കുർബാനയ്ക്ക് പോവുകയും നിത്യാരാധന കപ്പേളയിൽ പോയിരുന്ന് ബൈബിൾ എടുത്ത് എനിക്കറിയത്തില്ല 3-4 മണിക്കൂർ ഞാൻ അവിടെ ഇരുന്ന് സ്ഥിരമായിട്ട്, ചേച്ചി പറഞ്ഞു കഴിഞ്ഞിട്ട് സ്ഥിരമായിട്ട് വായിക്കുകയും ചെയ്തു. 6 ദിവസം കഴിഞ്ഞ് എൻ്റെ മെയിൽ ഇൻബോക്സിൽ നിങ്ങൾക്ക് ഡേറ്റ് ഇങ്ങോട്ട് തരാൻ പോവുക, ചേച്ചി ഉടമ്പടി എടുത്തു. ഞാൻ പ്രതീക്ഷ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും കുർബാനയും കുമ്പസാരവും അടിക്കടി ചെയ്ത് കരഞ്ഞ ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചു. 6 ദിവസത്തിന് ശേഷം മെയിലിൽ ഇങ്ങോട്ട് ഡേറ്റ്, അതായത് 7ാമത്തെ പ്രാവശ്യമാണ്. 6 പ്രാവശ്യം എൻ്റെ എൻട്രി റിജക്റ്റ് ചെയ്തവർ 7ാമത്തെ പ്രാവശ്യമാണ് പരിസ്ഥിതി അമ്മ എനിക്ക് എൻട്രി ഡേറ്റ് തന്നത്. അതായത് ഈ ഒക്ടോബർ 23-24 എൻ്റെ പരീക്ഷ. ഞാൻ നവംബറിലാണ് ചോദിച്ചത്, പക്ഷെ പരിസ്ഥിതി അമ്മയുടെ കൊന്തമാസം തന്നെ അത് തരികയും എനിക്ക് ആ പരീക്ഷയിൽ നല്ല രീതിയിൽ അത് സബ്മിറ്റ് ചെയ്യുകയും കൃത്യമായിട്ട് അത് സബ്മിറ്റ് ചെയ്യും. അതിൻ്റെ റിസൾട്ട് ജാനുവരി 15, അതായത് ജാനുവരി 2nd വീക്ക് അല്ലെങ്കിൽ ഫസ്റ്റ് വീക്കോട് എത്തും. എൻ്റെ പരിസ്ഥിതി അമ്മ പൂർണ്ണമായിട്ട് എന്നോട് കൂടെയുണ്ട് താങ്ങുവാൻ. ഐ വിൽ ഗോ ബിഫോർ യു ആൻഡ് വിൽ ബ്രേക്ക് ദ മൗണ്ടൻസ് എന്നാണ് ഐസയ 45 ചാപ്റ്റർ 45 വേഴ്സസ് 2 പറഞ്ഞിരിക്കുന്നത്. എവറിത്തിങ് ഈസ് പോസിബിൾ ഫോർ മൈ ഗോഡ്. നമ്മൾ എപ്പോഴും നമ്മൾ ഈ വചനങ്ങൾ ഉരുവിട്ടുകൊണ്ട് പരിസ്ഥിതി അമ്മയുടെ സാന്നിധ്യത്തിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ആഗ്രഹങ്ങൾ പരിസ്ഥിതി അമ്മ സാധിച്ചു തരും. എൻ്റെ മാതാവിന് കോടാനുകോടി നന്ദി സമർപ്പിക്കുന്നു. പിന്നെ ഇന്ന് എനിക്ക് ഓൺലൈൻ ഉടമ്പടി എടുക്കാനാണ് പറ്റിയത്. ഇന്നിവിടെ എനിക്ക് ഉടമ്പടി എടുക്കാനും ഞാൻ പരിസ്ഥിതി അമ്മയെ വഹിക്കാൻ, എൻ്റെ കരങ്ങളിൽ വഹിക്കാൻ ഞാൻ ചോദിച്ചിരുന്നു. അതുപോലെ എനിക്ക് ഈ പ്രദക്ഷിണത്തിൽ പരിസ്ഥിതി അമ്മയെ കരങ്ങളിൽ വഹിക്കാനുള്ള ആ വലിയ അനുഗ്രഹം എൻ്റെ പരിസ്ഥിതി അമ്മ ഇന്ന് എനിക്ക് തന്നു. അപ്പോൾ പരിസ്ഥിതി അമ്മ എൻ്റെ കൂടെ ആൽബർട്ടയിലേക്ക് ജാനുവരി 6 തിരിച്ചു പോയി എൻ്റെ കൂടെ എല്ലാ സംരംഭങ്ങൾക്കും എല്ലാ ചുവടുവെപ്പുകൾക്കും പരിസ്ഥിതി അമ്മയുടെ സാന്നിധ്യം കൂടെ നിരന്തരമായി ഉണ്ടാകാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം. പരിസ്ഥിതി അമ്മയ്ക്ക് കോടാനുകോടി നന്മകൾ. കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്തത്, ഞാൻ എല്ലാ ആഴ്ചയിലും പൊതിച്ചോറ് ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ അത് ഭക്ഷണം ഉണ്ടാക്കുമ്പോഴും അത് പാക്ക് ചെയ്യുമ്പോഴും മാതാവിൻ്റെ ഇവിടുന്ന് ലഭിച്ച ഉടമ്പടി ഉപ്പും ആ തൈലവും ഓരോ തുള്ളി വെച്ച് ഇട്ട് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് ഞാൻ കൊടുക്കുന്നത്. ഞാൻ എറണാകുളത്തൂടെ ഓരോ സ്റ്റോപ്പിലും പോയിട്ട് ഭിക്ഷക്കാർക്കാണ് സാധാരണ കൊടുക്കാറ്. അപ്പം അവർക്ക് ഇത് മാതാവിൻ്റെ ഭക്ഷണമാണ്, അമ്മയുടെ കൃപാസനം, കലവൂരുള്ള കൃപാസനം അമ്മയുടെ ഭക്ഷണമാണെന്ന് പറയുമ്പം എനിക്ക് ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. ഓരോരുത്തർ വന്ന് അത് മുത്തി, മോളെ അമ്മയുടെ ചോറാണോ, അമ്മ തന്നാണോ എന്നും പറഞ്ഞിട്ട് ഒത്തിരി പേരെന്നോട് പറയാം, അമ്മ അനുഗ്രഹിക്കട്ടെ, അമ്മ അനുഗ്രഹിക്കട്ടെ. എനിക്ക് ഏറ്റവും ഉടമ്പടി, അതായത് ഹൃദയത്തിൻ്റെ പരിച്ഛേദനം മാതാവുമായിട്ട് ചെയ്തപ്പം ഏറ്റവും എൻ്റെ മനസ്സിനെ സ്പർശിച്ച ഒരു കാര്യമാണ് കാരുണ്യപ്രവൃത്തിയും പത്രപ്രവർത്തനം. ഞാൻ കളമശ്ശേരി മെഡിക്കൽ കോളേജുകളിൽ, പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്നത് മോനിപ്പള്ളിയിലാണ്. അപ്പം ഇവിടുന്ന് മോനിപ്പള്ളി വരെ പോകുമ്പം ഉള്ള ഓട്ടോറിക്ഷ സ്റ്റാൻഡിലും എവിടെയും എനിക്ക് കൊടുക്കുവാൻ, എറണാകുളത്താണെങ്കിലും ഓട്ടോ സ്റ്റാൻഡിലും ഒക്കെ കൊടുക്കുവാൻ എനിക്ക് പത്രം, കൃപാസനം പത്രം കൊടുക്കുവാനും അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനും, നിങ്ങൾ വായിക്കണേ പ്ലീസ്, നിങ്ങൾ എവിടെ ഇടല്ലേ, ഇടാനാണെങ്കിൽ എനിക്ക് തിരിച്ച് തന്നേക്കൂ എന്ന് ഞാൻ പ്രത്യേകം റിമൈൻഡ് ചെയ്യിപ്പിച്ചിട്ടാണ്. പിന്നെ എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ പറഞ്ഞിട്ടുമാണ് ഞാൻ പത്രങ്ങൾ കൊടുക്കാറ്. പിന്നെ ദിവസവും ഞാൻ വിശുദ്ധ കുർബാന മുടക്കാറേ ഇല്ല. എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് പോകാറുണ്ട്. അതെനിക്ക് ഭയങ്കര ഏറ്റവും പരമോന്നതമായ ആരാധനയാണ്. ഓരോ വിശുദ്ധ കുർബാനയിലും VP ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനത്തിൽ പറയുന്ന പോലെ ഈശോയെ കണ്ടുമുട്ടാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം ഒരു ചൊവ്വാഴ്ചയും മുടക്കാറില്ല. ഞാൻ ഓഫീസിലാണെങ്കിലും ആ സമയത്ത് എല്ലാ മീറ്റിങ്സും മാറ്റി വെച്ചിട്ട് ഞാൻ എങ്ങനെയെങ്കിലും ആ ഉടമ്പടി ധ്യാനം ആ ലൈവായിട്ട് തന്നെ കൂടാൻ ഞാൻ മാക്സിമം, ഇതുവരെ ദൈവം അനുഗ്രഹിച്ച് എനിക്കത് സാധിച്ചു. മാതാവിൻ്റെ വലിയ കൃപയാണ്, അമ്മയുടെ വലിയ കൃപയാണ്. പിന്നെ ചെറുതും വലുതുമായിട്ട് ഒത്തിരി അനുഗ്രഹങ്ങൾ. എനിക്ക് 2-3 തവണ എനിക്കിങ്ങനെ ഭയങ്കര വിഷമം വരും. നമ്മൾ ഓരോ പ്രതിസന്ധികൾ വരുമ്പോഴത്തേക്കും, എൻ്റെ അമ്മേ എനിക്ക് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ തരണേ, അമ്മ നീ എൻ്റെ കൂടെ ഉണ്ടാവണേ എന്ന് പറയുമ്പം എനിക്ക് ഞാൻ ഇതുവരെ അനുഭവിക്കാത്ത ഒരു സുഗന്ധമാണ്. അതെങ്ങനെയാണെന്ന് ഇപ്പം ഞാൻ സാക്ഷ്യങ്ങളിലൊക്കെ കേൾക്കും, മുല്ലപ്പൂവിൻ്റെ മണം. പക്ഷേ എനിക്കങ്ങനെയല്ല, എനിക്കതിനെ വേറെ ഒരു മണമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റാത്ത ഒരു സുഗന്ധം തന്നെയാണ്. അത് സുഗന്ധമാണ്, ആ സുഗന്ധം തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. അങ്ങനെ പിന്നെ ഏറ്റവും വലിയൊരു ദൈവാനുഗ്രഹം തന്നെ പ്രത്യാശയാണ്. പ്രത്യാശ
എത്ര തടസ്സങ്ങൾ, എത്ര പ്രോബ്ലംസ് വന്നാലും, ഞാനൊരു മെഡിക്കൽ ഡിവൈസ് മാനുഫാക്ചറിങ് കമ്പനിയാണ് നടത്തുന്നത്. അപ്പം അതിൻ്റേതായ ഒത്തിരി ചലഞ്ചസ് ഉണ്ട്. ഒരു മെഡിക്കൽ ഡിവൈസ് ആകുമ്പം ഞാനിവിടെ ഒക്ടോബർ 2 അച്ഛനെ VP ജോസഫ് അച്ഛനെ കാണാനും അച്ഛനെ പ്രാർത്ഥന അനുഗ്രഹം, അച്ഛൻ പ്രത്യേകം പ്രാർത്ഥിക്കാനും എല്ലാം വലിയ ദൈവാനുഗ്രഹം ഉണ്ടായി. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഉടമ്പടി കാലത്ത് തന്നെ ഒക്ടോബർ 2 അച്ഛനെ കണ്ട സമയത്താണ് ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട, ഞങ്ങൾക്കെല്ലാം അമ്മയും മാതാവിനെയും ഈശോയെ പറ്റി ഞങ്ങൾക്ക് പറഞ്ഞു തന്ന ഞങ്ങളുടെ അച്ചാച്ചൻ, ഞങ്ങളുടെ സ്വന്തം പിതാവ് ഈ ലോകത്തുനിന്ന് യാത്ര ചെയ്ത അന്ന് ഞാൻ ഇവിടെ അച്ഛനെ കണ്ടിട്ട് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്തായിരുന്നു അന്നേരം. പക്ഷേ എന്നാലും എൻ്റെ അമ്മ എന്നെ പ്രാർത്ഥിച്ചു ഒരുക്കുമായിരുന്നു എൻ്റെ പിതാവിനെ, ആ പിതാവിൻ്റെ പെർമനൻറ്റ് പ്ലേസ് സ്വർഗത്തിലേക്കുള്ള യാത്രയിലേക്കെന്ന് ഞാനിപ്പോൾ വിശ്വസിക്കുന്നു. അങ്ങനെ അത്രയും ദുഃഖവും നല്ലൊരു പ്രത്യാശയുടെ പ്രത്യാശയിൽ എല്ലാം ഈശോ അറിഞ്ഞിട്ടാണ്, മാതാവും ഈശോയും അറിയാതെ ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നില്ല എന്ന ഉറച്ച വിശ്വാസം, പ്രത്യാശ എല്ലാം എൻ്റെ ജീവിതത്തിൽ തന്നത് ഈ ഉടമ്പടി വഴിയാണ്. അതുകൊണ്ട് എനിക്ക് പറ്റുന്ന അത്രയും നാൾ ഈ ഉടമ്പടിയിൽ നിലനിൽക്കുവാനും ആ ഉടമ്പടി നിബന്ധനകൾ കൃത്യമായിട്ട് പാലിക്കുവാനും, മാതാവേ തിരുക്കുമാരനിലൂടെ നീ എന്നെ അനുഗ്രഹിക്കണമേ, അതുപോലെ എല്ലാ മക്കളെയും, ഉടമ്പടി എടുക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ എന്നും ഒറ്റ പ്രാർത്ഥനയുള്ളൂ. മാതാവിന് 1000 നന്ദി. ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം 17:7-8 തിരുവചനങ്ങൾ അരുളി ചെയ്യുന്നു: കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ, അവൻ്റെ പ്രത്യാശ അവിടുന്ന് തന്നെ. അവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ്, അത് വെള്ളത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു. അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല, അതിൻ്റെ ഇലകൾ എന്നും പച്ചയാണ്. വരൾച്ചയുടെ കാലത്തും അതിന് ഉത്കണ്ഠയില്ല, അത് ഫലം നൽകിക്കൊണ്ടേയിരിക്കും. തൻ്റെ അനുജത്തിയുടെ എക്സാം എൻട്രി, ഇവിടെ എക്സാമിന് ഡേറ്റ് കിട്ടാത്ത കാര്യമാണ് സാക്ഷ്യമായിട്ട് പറയുക, അതിനുശേഷം ലഭിച്ചതും. അതായത് അതിനൊക്കെ എത്രമാത്രം കോംപ്ലിക്കേഷൻസ് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഒരു ഡെൻറ്റിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന മകളാണ്. ഡെൻ്റൽ ഡോക്ടറായിട്ട്, തനിക്ക് രജിസ്റ്റേർഡ് ഡെൻ്റൽ ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ നാഷണൽ ഡെൻ്റൽ എക്സാം ബോർഡിൻ്റെ എക്സാം എഴുതണം. അതിനൊരു ഡേറ്റ് കിട്ടുന്നില്ല. അതിനെത്രമാത്രം എക്സ്പെൻസീവാണത്. അതും അത്രയേറെ 4 പ്രാവശ്യം ട്രെയിനിങ്ങിന് പോയി ആ എക്സ്പെൻസൊക്കെ മീറ്റ് ചെയ്ത് ട്രെയിനിങ്ങിന് പോകുന്നു, പക്ഷേ ഡേറ്റ് കിട്ടുന്നില്ല. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഇത് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന്. അങ്ങനെ ഒരു എക്സാം ഡേറ്റ് കിട്ടുവാൻ, ആ എക്സാം ഒന്ന് എഴുതിയെടുക്കുവാൻ അതിന് വേണ്ടിയിട്ട് 2 വർഷത്തോളമായിട്ട് പരിശ്രമിക്കുന്നു. തനിക്ക് സാധിക്കുന്നില്ല. ഓൺലൈൻ ഉടമ്പടിയും അതുപോലെ തൻ്റെ ചേച്ചി ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി പിന്നീട് ആത്മീയ ജീവിതത്തിൽ എങ്ങനെയാണ് തനിക്ക് ഇതിനുള്ള ഒരു സാഹചര്യങ്ങൾ തെളിഞ്ഞതെന്നുള്ളതാണ് ഇവിടെ ആൽഫി അൽഫോൻസ എന്ന മകളും അതുപോലെ ചേച്ചി സെഫി റോസ് സെബാസ്റ്റ്യനും പങ്കുവയ്ക്കുന്നത്. അങ്ങനെ ഇന്ന് പരീക്ഷയൊക്കെ കഴിഞ്ഞ് തൻ്റെ റിസൾട്ട് വരുന്നത് ജനുവരി 15-നാണ്. അപ്പോൾ ഈ മകൾ ഇവിടെ ഉണ്ടാകില്ല. സാധാരണ നമ്മൾ റിസൾട്ട് വന്നു കഴിഞ്ഞിട്ടേ പറയിപ്പിക്കുകയുള്ളൂ. പക്ഷേ ഇത് എനിക്കെൻ്റെ അമ്മ തരും, എനിക്കിത്രയും സാധ്യമായത് അമ്മയുടെ തിരുനടയിൽ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തത് വഴി, എൻ്റെ ചേച്ചിയുടെ ഉടമ്പടി വഴിയാണ്. അതുകൊണ്ട് എനിക്കിത് സാധ്യമാണ് എന്ന ഉറച്ച ബോധ്യത്തോടെ ഇന്ന് ഇവിടെ വന്ന് തീർത്ഥാടക ഉടമ്പടിയും എടുത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഈ മക്കളോടൊപ്പം തീർച്ചയായും അത് ഇവരുടെ ജീവിതത്തിന് ദൈവം നൽകുന്ന കൃപകളാകട്ടെ എന്ന് നമുക്കും